എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ജെഫ് ബെസോസ്, ഇന്ത്യയിലാണെങ്കിൽ അംബാനി, അദാനി, കേരളത്തിലാണെങ്കിൽ എം.എ. യൂസഫ് അലി. ഇവരുടെ നെറ്റ്വർത്തുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ പലപ്പോഴും ഫോർബ്സ് മാഗസീനിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. ഇവരെങ്ങനെയാണ് ഇത്രയും വലിയ നെറ്റ്വർത്ത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇന്ന് അതാണ് ടോപ്പിക്. ഇവരെങ്ങനെയാണ് നെറ്റ്വർത്ത് ഇത്രയും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത്? എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ഇവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവരിലേക്ക് തന്നെയാണ്. അതായത് എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ അറിവിന് വേണ്ടിയിട്ട്. അതിന് ഇവർ വളരെ വലിയൊരു ടൈം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് പുസ്തകങ്ങളിലേക്ക് ഇവർ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? അറിവിന് വേണ്ടി. ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെഫ് ബെസോസ് ആയിക്കോട്ടെ, ഇവരുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ ഇടയിൽ ഇവരെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. കാരണം ഇവർ അത്രയും വലിയ ടൈം അറിവിന് വേണ്ടി, ലേണിങ്ങിന് വേണ്ടി, സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കമ്പനി ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. ഇനി അത് പറ്റിയില്ലെങ്കിൽ അറിവുള്ളവരെ ഇവർ കൂടെ ചേർക്കുന്നു, ആഡ് ചെയ്യുന്നു. അതുവഴി ഇവർ കമ്പനിയെ 10x അതിന് മുകളിലേക്ക് ഇവർ വളർത്തുന്നു. ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് അറിവാണ്. അറിവിന് മുകളിലാണ് ഇതെല്ലാം കെട്ടിപ്പൊക്കുന്നതും. അടുത്തത് ഇവർ ചെയ്യുന്നതാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇവരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ബിസിനസ് ചെയ്തിട്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും ബില്യനേഴ്സ് ആയിട്ടുള്ളത്. എന്തുകൊണ്ട്? അതായത് നോർമൽ ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വരുമാനത്തിന് ലിമിറ്റ് ഉണ്ട്. വളരെ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അത് മുഖേന എന്ത് ചെയ്യും? ഇവരുടെ നെറ്റ്വർത്ത് ഇവർ വർദ്ധിക്കും വളരെ വലിയ തരത്തിൽ. ഇനി അത് പറ്റിയില്ലെങ്കിൽ മികച്ച രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനികളുടെ ഷെയറുകൾ കംപ്ലീറ്റ് ചെയ്യും ഇവർ വാങ്ങിക്കും, അല്ലെങ്കിൽ ആ കമ്പനിയെ തന്നെ ടേക്ക് ഓവർ ചെയ്യും. സാധാരണ ഒരു എംപ്ലോയിയായി നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിന് ലിമിറ്റ് ഉണ്ട്. എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് വഴി വരുമാനം ജനറേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് പരിധിയില്ലാത്ത വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അടുത്തതായി ഇവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി റിയൽ എസ്റ്റേറ്റിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ബില്യനേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും നോക്കിയൊക്കെ ഇവർക്ക് വളരെ വലിയ തരത്തിൽ റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, ഇതിൽ വാല്യൂ ആഡ് ചെയ്യുന്നു, അതിനുശേഷം മറിച്ചു വിൽക്കുന്നു. അതായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇവർ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, ഇതിൽ റെസിഡൻഷ്യൽ പർപ്പസിനായിക്കോട്ടെ, കൊമേഴ്ഷ്യൽ പർപ്പസിനായിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ പർപ്പസിനായിക്കോട്ടെ, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി അതിനകത്ത് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ വാല്യൂ ആഡ് ചെയ്ത് മറിച്ച് സെല്ല് ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു എമൗണ്ട് ഇവർക്ക് എന്ത് ചെയ്യും? റിട്ടേൺ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു റെന്റഡ് ഇൻകം കിട്ടും. ബിൽ ഗേറ്റ്സിന് നോക്കാം. ബിൽ ഗേറ്റ്സിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഈ റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ലുലു മാൾ വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലുലുവിന്റെ ഒരു പ്രൊജക്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ, ഇവർ ഏത് പ്രോപ്പർട്ടിയാണ് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ മൊത്തത്തിലുള്ള വാല്യൂ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഒരു മാള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും വളരെ വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് നടക്കുന്നത്. അതായത് ഓരോ കടമുറികൾ റെന്റ് ഔട്ട് ചെയ്യുന്നു, അത് മുഖേന ലുലുവിന് എന്ത് ചെയ്യുന്നു? റെന്റഡ് ഇൻകം കിട്ടുന്നു. അതുകൂടാതെ തന്നെ ഓരോ റാക്ക്, അതായത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് വെക്കണമെങ്കിൽ ആ റാക്കിന് പോലും റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് മുഖേനയും വരുമാനം ആർക്ക് കിട്ടുന്നു? ലുലു ഗ്രൂപ്പിന് കിട്ടുന്നു. ഇങ്ങനെ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടും നടത്തുന്നുണ്ട്. അടുത്തത് ഇവർ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഷെയർസിലാണ്. അതായത് ഇവരെന്ത് ചെയ്യുന്നു? മികച്ച കമ്പനികളുടെ ഷെയറുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ മികച്ച കമ്പനികളെ കണ്ടെത്തി അതിന്റെ ഷെയർ ഹോൾഡർ ആവുന്നു. എക്സാമ്പിൾ വേണോ? പറഞ്ഞു തരാം. അതായത് എം.എ. യൂസഫ് അലിക്ക് ഫെഡറൽ ബാങ്കിനും കാത്തലിക് സിറിയസ് ബാങ്കിനും ഷെയർസ് ഉണ്ടായിരുന്നു. അതായത് ഈ ബാങ്കിന്റെ ഷെയർ ഹോൾഡർ ആയിരുന്നു എം.എ. യൂസഫ് അലി. അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ വലിയ ഏറ്റവും നല്ലൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് തന്നെ മികച്ച കമ്പനികളെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഷെയറുകൾ വാങ്ങിച്ചു കൂട്ടുക എന്നതാണ്. അത് ഇവർ ചെയ്യുന്നുണ്ട്. മിക്ക കമ്പനികളുടെയും ഷെയർസ് ഈ ബില്യനേഴ്സ് ആൾക്കാരുടെ കയ്യിലുണ്ടാകും, മികച്ച പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളുടെ. അപ്പോഴെന്താകുന്നു? സ്വാഭാവികമായും ആ കമ്പനികളുടെ ഒരു പാർട്ട്ണറായി മാറുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഇവർക്ക് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് ഇവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വകാര്യ കമ്പനികളിലേക്ക്, അല്ലെങ്കിൽ ഇവർ ഓണേഴ്സ് അല്ലാത്ത കമ്പനികളിലേക്ക് ഇവർ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫണ്ട് ചെയ്യും. അതായത് വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ VC എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അതായത് മികച്ച തരത്തിൽ പൊട്ടൻഷ്യൽ ഉള്ള, നാളേക്ക് മികച്ച തരത്തിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന പുതിയ ടെക്നോളജിയും ഇന്നോവേഷൻസും ഉള്ള കമ്പനികളിലേക്ക്, അല്ലെങ്കിൽ മികച്ച ടീമുള്ള
ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് എന്ത് ചെയ്യും? ഇവർ ഫണ്ട് ചെയ്യും. ഫണ്ട് ചെയ്ത് ഇതിൻ്റെ ചെറിയ പേഴ്സൻറ്റേജ് ഓണർഷിപ്പ് ഇവർ കൈക്കലാക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്സിലേക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി, MA യൂസഫലി തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ മികച്ച സ്റ്റാർട്ടപ്പുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ട്? വളരെ ചെറിയ ടൈം പീരീഡിനുള്ളിൽ ആ സ്റ്റാർട്ടപ്പ് സക്സസ് ആവുകയാണെങ്കിൽ വളരെ ചെറിയ ടൈം പീരീഡിനുള്ളിൽ പെട്ടെന്ന് തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഈ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ വലിയ റിട്ടേൺ ഈ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റിലൂടെ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്സിലോട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും VC ഫണ്ടിങ് ത്രൂ മുഖേന. അടുത്തതായി ഇവർ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നെറ്റ്വർക്കിങ്ങിലാണ്. അതായത് ഇവർക്ക് ധാരാളം കണക്ഷൻസ് ഉണ്ടായിരിക്കും. അത് ഇനി പൊളിറ്റീഷ്യൻ ത്രൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ XRY എങ്ങനെയാണെങ്കിൽ ഇവർക്ക് ധാരാളം കണക്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഇത്രയും വലിയ കണക്ഷൻസുകൾ ഇവർ ബിൽഡ് ചെയ്യുന്നത്? അതായത് ഈ ധാരാളം കണക്ഷൻസുകൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് എന്ത് ആവശ്യത്തിനും ആൾക്കാരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഫണ്ടിന്റെ ചെറിയ ഷോർട്ടേജ് ഉണ്ട്. എന്ത് ചെയ്യുന്നു? ഫണ്ടുള്ള ധാരാളം ആൾക്കാർ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഫണ്ട് ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസുകൾ വന്നോ അത് സോൾവ് ചെയ്യണോ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ വളരെ വലിയൊരു നെറ്റ്വർക്ക് ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. കാരണം സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ രണ്ട് കൂട്ടർക്ക് സാധിക്കത്തുള്ളൂ. ഒന്ന് ഓണ്ടർപ്രണേഴ്സിനും, 2 പൊളിറ്റീഷ്യൻസ്മാർക്കും. അപ്പോൾ സമൂഹത്തിൽ വളരെ വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ നെടുന്തൂട് എന്ന് പറയുന്നത് തന്നെ ഓണ്ടർപ്രണേഴ്സിനാണ്. അപ്പോൾ അതാണ് അതിന്റെ പ്രാധാന്യം അർഹിക്കുന്നത്. ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാധിക്കും. പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിദഗ്ധ ഉപദേശങ്ങൾ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ വിദഗ്ധ ഉപദേശങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇത് ഉപകരിക്കും. അതുകൊണ്ട് ഇവരുടെ ഏറ്റവും വലിയ അസറ്റുകളിൽ ഒന്നാണ് ഇവർക്ക് കിട്ടുന്ന നെറ്റ്വർക്ക് എന്നത്. അടുത്തതായി ഇവർ വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ടാക്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഗവൺമെന്റിന് ആവശ്യമുള്ള ടാക്സ് മാത്രമേ കൊടുക്കാവൂ, അനാവശ്യമായിട്ടുള്ള ടാക്സ് കൊടുക്കരുത്. കാരണം നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് അർഹതപ്പെട്ടത് എന്തോ അത് മാത്രം കൊടുക്കുക. അനാവശ്യമായിട്ട് നമ്മൾ ഗവൺമെന്റിനെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗവൺമെന്റിന് അർഹമായത് മാത്രം കൊടുക്കണമെങ്കിൽ മികച്ച ഒരു ടാക്സ് പ്ലാനിങ് നമ്മുടെ കമ്പനിക്കകത്ത് വേണം, ഇൻഡിവിജ്വലായിട്ടും വേണം. അതേപോലെ തന്നെ ഏതൊക്കെ സോഴ്സ് മുഖേന ടാക്സ് നമുക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ള അറിവ് എന്ത് വേണം? ഈ ടാക്സ് പ്ലാനേഴ്സിന് വേണം, ബിസിനസ്സിനകത്തുള്ള. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും അറിവുള്ള ആൾക്കാരെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ആവശ്യമില്ലാതെ ഗവൺമെന്റിന് വളരെ വലിയൊരു ടാക്സ് നമ്മൾ കൊടുക്കും. അത് നമ്മുടെ ഓൺ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം കൊടുക്കണമെങ്കിൽ അത്രയും മികച്ച ഒരു ടാക്സ് പ്ലാനേഴ്സ് അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട ആൾക്കാർ നമ്മുടെ സർക്കിളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ടാക്സിനെ കൃത്യമായി സേവ് ചെയ്യാൻ സാധിക്കണം. അടുത്തതായി ഇവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതായത് ചാരിറ്റി. പല ആക്ടിവിറ്റികൾ ത്രൂ ഇവർ വളരെ വലിയ രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിക്കോട്ടെ, സംതിങ് XRY എന്ത് തന്നെ ആയിക്കോട്ടെ, വളരെ വലിയ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇവർക്കുണ്ട്. അതായത് ഇവർക്ക് ഫണ്ട് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത്. ഫണ്ട് ഇല്ലെങ്കിലോ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. എന്നാൽ ഫണ്ട് ഉള്ളത് കൊണ്ട് തന്നെ കോടികൾ ഇവർക്ക് എന്ത് ചെയ്യും? ചാരിറ്റി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചാരിറ്റി ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാരിറ്റി ത്രൂ ഫണ്ട് പോകുമ്പോൾ നമ്മൾ ഗവൺമെന്റിലോട്ട് എത്ര എമൗണ്ട് ആണോ ടാക്സ് പോകുന്നത് അത് നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും, അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ കുറയ്ക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കിവിടെ എന്ത് ചെയ്യും? അത് പ്രോഫിറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കൂട്ടാൻ നമുക്ക് സാധിക്കും. കാരണം ഗവൺമെന്റിലോട്ട് കൊടുക്കുന്ന ടാക്സ് അത്രയും കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനമായും ബില്യനേഴ്സ് ഫണ്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും മികച്ച ഒരു നെറ്റ്വർക്ക്. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.